വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി നെയ്ച്ചോറും ചിക്കൻ മുളക് കറിയും ആണ്. നല്ല പെർഫെക്റ്റായി നല്ല ടേസ്റ്റുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നെയ്ച്ചോറും മലബാർ രീതിയിലുള്ള ചിക്കൻ മുളക് കറിയുമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോഗ്രാം ചിക്കനാണ്. പീസുകൾ വാഷ് ചെയ്തൊരു ബൗളിലേക്ക് മാറ്റി വെച്ചതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ എരിവുള്ള സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായി കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്തത് കൊണ്ട് തന്നെ അധികം എരിവും ഉണ്ടാവില്ല, ആവശ്യത്തിനുള്ള കളറും നമുക്ക് കിട്ടുകയും ചെയ്യും. കൂടുതൽ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലേക്ക് കാര്യമായിട്ട് മുളക് പൊടി തന്നെയാണ് ചിക്കൻ മുളക് കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നന്നായി മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അരമണിക്കൂർ നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഇനി സമയം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ്. പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 3 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇവ നന്നായി വഴറ്റിയെടുക്കുക. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. 1/2 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 25-30 അല്ലി ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി കൂടുതൽ ഉണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇവ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ചിക്കനിൽ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 3 ടീസ്പൂൺ മുളക് ചതച്ചത് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇവ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ ഈ സമയത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതൊന്ന് കവർ ചെയ്ത് ഒരു 2 മിനിറ്റ് സമയം കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ചിക്കനിൽ നിന്ന് ചെറുതായി വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നുകൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ കവർ ചെയ്ത് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്.
ഒരു 5 മിനിറ്റ് സമയത്തിന് ശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ചിക്കനിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അര കപ്പോ അല്ലെങ്കിൽ ഒരു കപ്പോ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എനിക്കൊരു കുറുകിയ ചാറോട് കൂടിയ ചിക്കൻ മുളക് കറിയാണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് ഈ സമയത്ത് ഒന്നുകൂടെ കവർ ചെയ്ത് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കനെല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് ഞാൻ അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ നല്ല കുറുകിയ ചാറോട് കൂടിയ ചിക്കൻ മുളക് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള നെയ്ച്ചോറ് തയ്യാറാക്കിയെടുക്കണം. അതിനു വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിരുന്നു. ഈ ഓയിലിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ സവാള ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂ നട്ട്സ് ചെറുതായി ഒരു നിറം മാറി തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ റേസിൻസ് ഉണ്ടെങ്കിൽ അതുകൂടെ ആ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കാഷ്യൂ നട്ട്സ് എല്ലാം ഏകദേശം നിറം മാറി തുടങ്ങുന്ന സമയത്ത് ഞാനിത് ഈ അടുപ്പിൽ നിന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യും ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരു 4 ഗ്രാമ്പൂവും ഒരു 2 കഷ്ണം പട്ടയും ഒരു ബേ ലീവ്സും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാർഡമം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാനൊരു ചെറിയ കഷ്ണം സവാള മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇവ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കിതിലേക്ക് ചോറ് കുക്കാവുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ വെള്ളം ഞാൻ എടുത്തിരിക്കുന്നത് അരിയുടെ അളവിനനുസരിച്ചാണ്. ഞാനിവിടെ 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് ഞാനൊരു 7 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു സ്ട്രെയിനറിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ 4 ഗ്ലാസ് അരിക്ക് 7 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് തിളച്ച് വരണം. അതിന് ശേഷമാണ് നമ്മൾ അരി ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം ആവശ്യത്തിന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ സ്ട്രെയിനറിൽ മാറ്റി വെച്ചിരിക്കുന്ന അരി ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അരി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് അരി തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അരിയെല്ലാം നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചോറെല്ലാം ഇവിടെ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒന്നും ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നെയ്ച്ചോറ് തന്നെ ഇവിടെ തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
ഈ ഒരു അളവിൽ വെള്ളം എടുത്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് തന്നെ നെയ്ച്ചോർ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ഗാർണിഷ് ചെയ്യാനായി മാറ്റി വെച്ചിരിക്കുന്ന ആ റേസിൻസും കാഷ്യൂ നട്ട്സും അതുപോലെ ഫ്രൈഡ് ഒനിയൻസും എല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ വിധത്തിൽ നെയ്ച്ചോറും ചിക്കൻ